എല്ലാവർക്കും നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ വധിച്ചു. ഒന്നല്ല, പല വട്ടം വധിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളുമാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വധിച്ചത്. അതിന് പറയുന്ന കാരണം, കുറച്ച് ദിവസം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് 6 വിരലാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, പകരം ഈ വീഡിയോ AI ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മകന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുറച്ച് ദിവസമായി ഒരു ചലനവുമില്ലാതെ ചത്ത പോലെ കിടക്കുകയാണ്. അതിലൊരു പോസ്റ്റുമില്ല. തൻ്റെ പിതാവ് മരിച്ച ദുഃഖം കാരണമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയകളിലൊന്നും പോസ്റ്റ് ഇടാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തെറ്റായ വാർത്തകളാണ് എന്നും തങ്ങളുടെ പ്രധാനമന്ത്രി പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും IDF വിശദീകരിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഈ വാർത്ത പ്രചരിപ്പിച്ചവർക്ക് വിശ്വാസമായില്ല. ഇന്നലെ അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കോഫി ടൈം, അതായത് ജെറുസലേമിലെ ഒരു കഫേയിലിരുന്ന് കോഫി കുടിക്കുന്നതും അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോയും, തനിക്ക് വിരലുകളൊക്കെ കാണിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെയും എതിർത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പഴയൊരു ഫോട്ടോ എടുത്തിട്ടും ഇപ്പോൾ ആ വീഡിയോയിലുള്ള ഫോട്ടോയും എടുത്ത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് ഇത് മുഖം മൂടി ഇട്ടിട്ടുള്ള ഏതോ ഒരു വ്യക്തിയെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ രീതിയിലുള്ള ഒരു മുഖം മൂടി ഇടിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ല, ഒറിജിനൽ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നോ മരിച്ചു പോയിരിക്കുന്നു, ഇറാന്റെ ആക്രമണത്തിൽ മരിച്ചു പോയിരിക്കുന്നു. ഇപ്പൊ ഈ കോഫി ടൈമിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ കോഫി ഷോപ്പിലുള്ള വീഡിയോ, ആ കഫേയിലുള്ള വീഡിയോ. എന്നാൽ അത് ഒറിജിനൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ല എന്നും പകരം അദ്ദേഹത്തിന്റെ മുഖം മൂടിയിട്ട് ഏതോ ഒരു വ്യക്തി വന്ന് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടെ തള്ളിക്കൊണ്ടുവരണ്ടേ. എന്തായാലും ശരി, ഇനി ഈ തള്ളുന്നവരുടെ മുന്നിലേക്ക് നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി എത്തിയാൽ തന്നെ ഇവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത കൊലപാതക വ്യാജ വാർത്ത വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമസ്തേ.